ഏൽപ്പിക്കണം എന്നല്ലേ? തീർന്നിട്ടില്ല. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്വാൻ തങ്ങളുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങള് മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴും മരണത്തെ കുറിച്ച് പറയുമ്പോഴും കരയുന്നില്ല. എന്നാൽ ഖബറെന്ന് പറയുന്ന സമയത്ത്, ഖബറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. അതല്ലേ തയ്യബ ഉസ്താദ് പാടിയത്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാൽ ഉടൽ വാവിട്ട് കരയേണ്ടതാ. അതാ ഖബറെന്ന് കേൾക്കുമ്പോ ഉസ്മാൻ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. പിന്നീട് അവിടുത്തെ സുഹൃത്തുക്കളായ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴും മരണത്തെ കുറിച്ച് പറയുമ്പോഴും കരയുന്നില്ലല്ലോ, പിന്നെന്തിനാണ് ഖബറെന്ന് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ചുള്ള വിഷയങ്ങൾ പറയുമ്പോ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഉസ്മാൻ തങ്ങൾ പറയുന്ന മറുപടി ഉണ്ട്, മഹ്ശറയിലും മരണസമയത്തും കൂടെ ആളുണ്ടല്ലോ, എന്നാൽ ഖബറിൽ ഞാൻ ഒറ്റക്കല്ലേ, അവിടെ ഉമ്മയില്ലല്ലോ, ഉപ്പയില്ലല്ലോ, ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാ പ്രയാസഘട്ടത്തിലും ചേർത്ത് പിടിച്ച കൂട്ടുകാരില്ലല്ലോ, ഭാര്യ മക്കളില്ലല്ലോ, അവിടെ ഒറ്റക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മറുപടി പറയുന്നുണ്ട്. ആരാണ് മറുപടി പറയുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച മഹാനല്ലേ, സ്വർഗത്തിന്റെ ടിക്കറ്റ് ദുനിയാവിൽ തന്നെ വാങ്ങിവെച്ച മഹാനല്ലേ, ഉസ്മാൻ തങ്ങളല്ലേ കരയുന്നത്.